ഇനി അങ്ങോട്ട് തീ കത്തി ആളും തിയേറ്ററെല്ലാം കത്തും, ഒരു സംശയവും ഇല്ല. ഒരു നിമിഷം പോലും ഒരു സ്ക്രീനിൽ നിന്ന് നമ്മൾ കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല, അത്രയും രീതിയിലാണ് കത്തിച്ചിരിക്കും. ലോകമല്ല, ഇനി കാറ്റിലേക്ക് പോയി നോക്കിയാൽ മതി. സൂപ്പർ പടം. പക്ക എൻഗേജിംഗ് ആണോ? അതെ അതെ, ഒരു നിമിഷം പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അവർ ഇന്റർവെൽ പഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റർവെൽ പഞ്ച് കിടുവായിരുന്നു. ഓക്കെ, ഓവറോൾ ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ ഫസ്റ്റ് ഹാഫ്? ഇതുവരെ ഓക്കെയാണ്. ബിൽഡ് ചെയ്ത് കയറി പോണതാണ്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോണത്. എന്ന് വെച്ചാൽ ചിലരെ കണക്ഷൻ കാണിക്കണതൊക്കെ അങ്ങനെയാണ്. കുറച്ച് സ്ലോ പേസ് ആണ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർവൽ ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോഴാണ് ഒന്ന് ചാർജ് ആയത് ശരിക്കും. സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ ഇതിങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു ബിൽഡ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ലോ പേസ് ആണ് ഇപ്പം. എനിക്കൊന്ന് സെക്കൻഡ് ഹാഫിൽ ചാർജ് ആവും എന്നുള്ളത് തന്നെയാണ്. മോനെ കൊളുത്തി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പൊളിച്ചു. എക്സ്പെഷ്യലി ജിത്തു ജോസഫ്, അതിന്റെ സംവിധാനം സൂപ്പർ. 1, 2 ഉണ്ടെന്ന് നമ്മൾ പറയേ വേണ്ട, അത്രയും രീതിയിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. ഇന്റർവെല്ലിലെ സമയം വരെ ഇന്റർവെൽ അടുത്ത് എന്താണ് സംഭവിക്കാൻ പോണെന്ന് ഒരു പിടുത്തവും ഇല്ല. എല്ലാവരും മനസ്സിൽ ഇങ്ങനെ കൺഫ്യൂഷൻ കൊണ്ട് നിർത്തിയേക്കുകയാണ്. ഇതുവരെ സിനിമയിൽ സ്ലോ പേസിലാണ് പോകുന്നത് അതോ സ്ലോ ഒന്നുമില്ല. തുടക്കം വെച്ച് നമ്മൾ എങ്ങനെയാണ് കത്തിക്കുന്നത്, ആ കത്തിച്ച് തുടങ്ങി ഇപ്പൊ ഇന്റർവെൽ വരെ ഒരു നിമിഷം പോലും ഒരു സ്ക്രീനിൽ നിന്ന് നമ്മൾ കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല, അത്രയും രീതിയിലാണ് കത്തിച്ചിരിക്കുന്നത്. ദൃശ്യം ഫസ്റ്റ് സെക്കൻഡ് നമുക്ക് തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയില്ല, ലോക്ക്ഡൌൺ ആയതുകൊണ്ട്. പക്ഷെ ഈ പടം കാണുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഇനി ഒരിക്കൽ കൂടെ കാണേണ്ട ഒരു ആവശ്യമില്ല. കനൽ ഒരു തരി ബാലൻസ് വെച്ചിട്ടാണ് പക്കായിട്ട് കത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തീ കത്തി ആളും തിയേറ്ററെല്ലാം കത്തും, ഒരു സംശയവും ഇല്ല. കിടിലൻ സിനിമ. പക്ഷെ ഫസ്റ്റ് ഹാഫ് സ്ലോ മോഡിലാണ് പോകുന്നത്. കാരണം എന്താ പറയാ, ഇത് ബാലൻസ് ഇത് അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് നിന്നാണ് വീണ്ടും ഇത് വരുന്നത്. ബോംബൻ ടിസ്റ്റിന്റെ സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ജിത്തു ജോസഫ് ഒറ്റയ്ക്ക് വിചാരിച്ച ആ സംഭവം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ലോ. അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ വേണ്ടി ഒരാൾ വേണ്ടേ? മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടൻ പൊള്ളിച്ചടിക്കും മോനെ. ആ കനൽ ഇതപ്പ കത്തിയിട്ടുണ്ട്, ഇനി അത് ആളാൻ പോവുകയാണ്. മേ ബി നമ്മൾ 200 കോടി പ്ലസ് നമുക്ക് ഇപ്പൊ തന്നെ ഉറപ്പിക്കാം. ബാലൻസ് ഉള്ളത് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് അത് നമ്മുടെ ലോകയല്ല, ഇനി കാറ്റിലേക്ക് പോയി നോക്കിയാൽ മതി. കാരണം ലോക എന്താണ് ലോക എവിടെയാണെന്ന് ചോദിക്കട്ടെ. മലയാള സിനിമയിലെ സകലകാല റെക്കോർഡും ആരുടെ നിന്ന് വന്നത്? ആദ്യം 50 കോടി, പുലിമുരുകം ആദ്യം 100 കോടി, ലൂസിഫർ ആദ്യം 200 കോടി. മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡും ആ ചരിഞ്ഞ തോളിൽ തന്നെയാണ്. അത് വീണ്ടും തുടരുകയാണ് ചെയ്യുന്നത്. തുടരും എന്ന സിനിമയിലൂടെ ആ റെക്കോർഡ് വീണ്ടും നമ്മൾ തിരുത്തി കുറിച്ചു. ഇനി വരാൻ പോകുന്ന ഒരു വമ്പൻ ട്വിസ്റ്റ് ആണ്. നിലവിൽ ഒരു ട്വിസ്റ്റ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ആ ഇന്റർവെലിന്റെ ക്ലൈമാക്സ് എന്റെ മോനെ ഒരു എൻട്രി അത് വന്നിട്ടുണ്ട്. പതിയെ വരുന്നുണ്ട് കേട്ടാ, മിന്നിങ് പോലെ പതിയെ വരുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഒരു നിമിഷം പോലും ബാലൻസ് ഇല്ല. തൂക്കി ലാലേട്ടന്റെ പിറന്നാൾ ദിവസത്തിന് ആന്റണി പെരുമ്പാവൂറും ഈ സിനിമ പ്രൊഡക്ഷൻ ആശീർവാദ് സിനിമാസും കൂടെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംരംഭം നമുക്ക് തന്നതിന് ഒരു ബിഗ് സല്യൂട്ട്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട, താങ്ക് യു സോ മച്ച്. നമുക്ക് കാണാം വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. മൊത്തത്തില് ക്രൂ മെമ്പേഴ്സിനോടൊരു കൺഗ്രാറ്റുലേഷൻസ്. ലാലേട്ടൻ ആരാധകർക്ക് ഭയങ്കരമായ ഹാപ്പി. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ലാലേട്ടൻ പെർഫോമൻസ്. അഭിനയിക്കുകയല്ല, അദ്ദേഹം ജീവിക്കുകയായിരുന്നു. ലാലേട്ടനും അതെ, മീനയും അതെ, ജീവിക്കുകയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫീൽ ആയത്, അതായത് ഞാനൊരു പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ അമ്മ ആയതുകൊണ്ട് എനിക്കത് നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു പെൺകുട്ടി ഉണ്ടാവുമ്പോഴത്തേക്ക് ഒരു എന്താ ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന ഒരു വേവലാതി ഉണ്ടല്ലോ, ഒരു പയ്യന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്ന വരെയുള്ള അവരുടെ ടെൻഷൻസ് അതൊക്കെ നിഴലിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു വമ്പൻ ട്വിസ്റ്റോടെ വന്നിരിക്കുന്നത്. ബാക്കി നമുക്ക് കാണാം. പക്ക സീറ്റ് അടിച്ച് ത്രില്ലറാണ്. നമ്മളെ ഒരു നിമിഷം പോലും സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നത്തില്ല. ആദ്യം ഒരു നോർമൽ പടം പോലെ പോയി. ഇപ്പം ഏകദേശം ഇന്റർവ്യൂലായി നിൽക്കുന്നത് വമ്പൻ ട്വിസ്റ്റ് വരെ വന്നിരിക്കുന്നതായിരുന്നു.